മാറ്റം എന്ന ശീർഷകത്തിൽ 32ാമത് എഡിഷൻ പാലക്കാട് ജില്ലാ സാഹിത്യോത്സവം വടക്കഞ്ചേരിയിൽ തുടക്കം കുറിച്ചിരിക്കുകയാണ്. 2 ദിവസങ്ങളിലായി നടക്കുന്ന ജില്ലാ സാഹിത്യോത്സവത്തിൽ 12 ഡിവിഷനുകളിൽ നിന്നായി 1500 വിദ്യാർത്ഥികളാണ് പങ്കെടുക്കുന്നത്. സ്റ്റേജ്, നോൺ സ്റ്റേജ് ഇനങ്ങൾ അടക്കം 173 മത്സര ഇനങ്ങൾ 12 വേദികളിലായി നടക്കുന്നുണ്ട്. LP, UP, HS, HSS, ജൂനിയർ, സീനിയർ, ജനറൽ, ക്യാമ്പസ് എന്നീ 8 കാറ്റഗറിയിലാണ് മത്സരം നടക്കുന്നത്. ജില്ലയിലെ വിവിധ ക്യാമ്പസുകളെ പ്രതിനിധീകരിച്ച് ക്യാമ്പസ് വിദ്യാർത്ഥികളും സാഹിത്യോത്സവിന്റെ ഭാഗമാകുന്നുണ്ട്. മാറ്റം എന്നതാണ് സാഹിത്യോത്സവിന്റെ പ്രമേയം. മനുഷ്യൻ ഇടപെടുന്ന സകല മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ സാഹിത്യോത്സവിന്റെ ഭാഗമായി നടക്കുന്ന വിവിധ സാംസ്കാരിക സെഷനുകളിൽ ചർച്ച ചെയ്യുന്നുണ്ട്. പൊളിറ്റിക്സ്, സാഹിത്യം, യാത്ര, ഉലമ, ആക്ടിവിസം എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭർ ഇടപെട്ട് സംസാരിക്കുന്നുണ്ട്. വായനയുടെ പുതിയ വാതായനങ്ങൾ തുറന്ന് ബുക്ക് ഫെയർ ഇവിടെ സജ്ജമാണ്. തരൂർ MLA PP സുമോദ് ബുക്ക് ഫെയർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും സുഗമമായി സന്ദർശിക്കാനായി വടക്കഞ്ചേരി ബസ് സ്റ്റാൻഡിന്റെ മുൻവശത്ത് ശ്രദ്ധേയമായ രീതിയിലാണ് ബുക്ക് ഫെയർ സജ്ജീകരിച്ചിട്ടുള്ളത്. വടക്കഞ്ചേരിയിലെ സാന്ത്വന പ്രവർത്തകരുടെ ഇടപെടലാണ് ശ്രദ്ധേയമായ മറ്റൊന്ന്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായുള്ള വളണ്ടിയറിംഗ് പ്രവർത്തനത്തിലും ഭക്ഷണ വിതരണത്തിലും ക്ലീനിങ്ങിലും എല്ലാത്തിലും അവർ മുൻപന്തിയിലുണ്ട്. സാഹിത്യോത്സവിന്റെ പ്രമേയമായ മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തി നാമകരണം ചെയ്ത വേദികളുടെ പേരുകളും ഏറെ വ്യത്യസ്തമാണ്. വൈകുന്നേരം നടന്ന ഉദ്ഘാടന സമ്മേളനത്തിൽ സദസ്സ് സമ്പന്നമായിരുന്നു. എഴുത്തും വായനയും മനുഷ്യന് വിമോചനം നൽകുന്നുവെന്ന് ഡോക്ടർ P. കൃഷ്ണദാസ് അഭിപ്രായപ്പെട്ടു. മനുഷ്യനിർമ്മിതമായ എല്ലാ അതിർത്തികളെയും വായനയും അറിവും മായ്ച്ചു കളയുന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനുശേഷം എഴുത്തുകാരൻ ലുഖ്മാൻ സഖാഫി ഈജിപ്തിന്റെ തലസ്ഥാന നഗരിയായ കൈറോയുടെ വിശേഷങ്ങൾ പങ്കുവച്ചു. സാഹിത്യോത്സവം ശരിക്കും ഒരു 3ാം പെരുന്നാളാണ് എന്ന വിശേഷണത്തെ അർത്ഥവത്താക്കുന്നതായിരുന്നു കുട്ടികളുടെ ആവേശം. പാട്ടുപാടിയും പ്രസംഗിച്ചും കഥ പറഞ്ഞും എഴുതിയും വരച്ചും എത്രയോ കുട്ടികൾക്ക് തന്റെ കഴിവുകളെ പരിപോഷിപ്പിക്കാനുള്ള ഇടം സാഹിത്യോത്സവിലൂടെ ലഭിക്കുന്നു. SSF എന്ന വിദ്യാർത്ഥി സംഘടന ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് വെറുതെയല്ല. അപാരമായ കഴിവുകളുള്ള ഒരുപാട് പ്രൊഡക്റ്റുകളെ സമൂഹത്തിന് സമ്മാനിക്കുകയാണ്. കവാലിയുടെ ആവേശത്തിൽ ലയിച്ച് ആദ്യ ദിനം അവസാനിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് പ്രഭാതം പുലരണേ എന്നായിരുന്നു ഓരോ മത്സരാർത്ഥിയുടെയും മനസ്സിൽ.